കുറച്ച് ദിവസമായി നമ്മുടെ വണ്ടിക്ക് ചീറ്റലും തുമ്മലുമൊക്കെയാണ് കേട്ടോ. ആഴ്ചയിൽ ഒരു 5 ദിവസമെങ്കിലും ആശാന് വർക്ക്ഷോപ്പിൽ കയറിയില്ലെങ്കിൽ ഒരു സമാധാനമില്ല. അങ്ങനെ ദേ ഇന്നും കൊണ്ടുവന്നു. നമ്മുടെ വണ്ടിക്കകത്തുനിന്ന് വലിയൊരു സൗണ്ട് കേൾക്കുന്നു. എന്താണെന്ന് അറിയാൻ വേണ്ടി, ഇനി അലൈൻമെൻറ്റ് ചെയ്തതിൻ്റെ എന്തെങ്കിലും പ്രശ്നമാണോ എന്നറിയാൻ വേണ്ടി കേട്ടോ വന്നത്. അങ്ങനെ ഒരു ചേട്ടൻ വന്ന് ലൈറ്റെല്ലാം തെളിച്ച് കിടന്നു ഇരുന്നും കമന്നും എല്ലാം ചേട്ടൻ നോക്കി. സംഭവം ഒന്നും മനസ്സിലായില്ല. അവസാനം വേറൊരു ചേട്ടനും കൂടെ വന്നു. അങ്ങനെ ഇതേ ഈ ഫ്രണ്ടിൽ എന്തോ ഒരു പ്രശ്നമായിരുന്നു, അലൈൻമെൻറ്റിൻ്റെ എന്തോ ഒരു പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കണ്ടുപിടിച്ച് സെറ്റാക്കി. ആശാൻ്റെ ദേഹത്ത് കരി കിട്ടിയപ്പോൾ പുള്ളിക്ക് കുളിക്കണമെന്ന് നിർബന്ധം. വീട്ടിൽ കൊണ്ടുവന്ന് കുളിപ്പിച്ചാൽ പോരാ, എന്നെ ഇന്ന് വെളിയിൽ തന്നെ കുളിപ്പിക്കണം. അങ്ങനെ 5 സ്റ്റാർ ഹോട്ടലിൽ കയറുന്ന പോലെ ആശാൻ താണ്ടെ ഇവിടെ കയറി കുളിക്കാൻ ആരംഭിച്ചു. നല്ല അടിപൊളി കുളി. ഇങ്ങനെയാണോ ഞാൻ വീട്ടിൽ കുളിക്കുന്നതെന്നാവും പുള്ളി ചിന്തിക്കുന്നത്. ഇതൊക്കെ കുളിയാണോ, ഇതാണോടെ കുളി എന്നായിരിക്കും ചിന്തിക്കുന്നത്. കാരണം നമ്മൾ വീട്ടിൽ തൊട്ട് പുരട്ടിയ വെള്ളത്തിലാണല്ലോ കുളിപ്പിക്കുന്നത്. അതിനു മുമ്പ് ആശാൻ്റെ ഉള്ളിൽ കിടന്ന പൊടിപടലം മൊത്തം ഒരു ട്യൂബിനകത്തോടെ അവർ വലിച്ചെടുത്തു കേട്ടോ. ഇട്ടാൽ പൊട്ടും ഇംഗ്ലീഷ് മുട്ടയെന്ന് പറഞ്ഞ പോലെ ഇട്ടപ്പോൾ ദാണ്ട് സ്വിച്ച് കത്തി പൊടിപടലങ്ങൾ മൊത്തം ഷുറെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ക്യാമിനകത്തേക്ക് പോയി കേട്ടോ. അങ്ങനെ അവിടെ നിന്നൊരു ഏതോ ഒരു ലോഷനിട്ട് അവർ വണ്ടി കഴുകിക്കൊണ്ടിരുന്നു. 1 അല്ല 2 അല്ല 3 അല്ല, എത്രയോ തവണ വണ്ടി കഴുകിയെന്ന് നമുക്കും അറിയില്ല, അവർക്കും അറിയില്ല. ശപിച്ചോണ്ടങ്ങാണ്ടാ കേട്ടോ കഴുകുന്നത്. കാരണം വെള്ളവും കണ്ടിട്ടില്ല, സോപ്പും കണ്ടിട്ടില്ലെന്ന് പറഞ്ഞ പോലെ ആയിപ്പോയി. ഒരാളിൽ തീരത്തില്ലെന്ന് കണ്ടപ്പോൾ അടുത്ത ആളും കൂടെ വന്നു. ആശാനെ ഞാനും കൂടെ സഹായിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ 2 പേരും കൂടെ നിന്ന് ശറവറാന്ന് കഴുകാൻ തുടങ്ങി കേട്ടോ. ഇതെല്ലാം വീഡിയോ എടുത്ത് ഞാനും ചേട്ടായും മാറി നിന്നു. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും അവർ വേറെന്തോ ഒരു ലോഷൻ കൊണ്ടുവന്ന്, അതിൻ്റെ പേര് പറഞ്ഞായിരുന്നു, ഞാൻ മറന്നുപോയി. ആ ലോഷനെല്ലാം കൊണ്ടുവന്ന് അകമെല്ലാം നല്ല ക്ലിയർ ആക്കി തന്നു കേട്ടോ. നല്ല പിളപിളാന്ന് മിന്നും. അങ്ങനെ ആശാനെ സ്വല്പം പൊക്കി നിർത്തി കേട്ടോ. ഭൂമിയിലും അല്ല ആകാശത്തിലും അല്ലാത്ത പോലെ തൊട്ടില്ല എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ആശാൻ ഇച്ചിരി പൊങ്ങി നിൽക്കുന്നത്. അതിനുശേഷം വേറൊരു സ്വിച്ചിൽ അമർത്തി കഴിഞ്ഞപ്പോഴത്തേക്കും ആശാൻ ദാണ്ട് ഷുറെന്ന് പറഞ്ഞുകൊണ്ട് മേളിൽ ചെന്നു. ഇതാണ് ഈ എയറിൽ നിൽപ്പെന്ന് അറിയത്തില്ല കേട്ടോ. അങ്ങനെ മേളിൽ നിർത്തി നന്നായിട്ട് വണ്ടിയുടെ അടിഭാഗമെല്ലാം അവർ പൈപ്പ് ഉപയോഗിച്ച് നന്നായിട്ട് അടിച്ച് വൃത്തിയാക്കി കഴിഞ്ഞു കേട്ടോ. ടയർ വരെ ചേട്ടന്മാർ കഴുകി തന്നു. എന്തായാലും നല്ലൊരു സർവീസ് എന്ന് പറഞ്ഞാൽ നല്ല കിടു സർവീസ് കേട്ടോ. നമ്മൾ വീട്ടിൽ ചെയ്യുന്ന പോലെയൊന്നുമല്ല, വീട്ടിൽ തൊട്ട് വരട്ടിയുള്ള കുളിയാണല്ലോ. ആ അടിഭാഗത്തെല്ലാം ടയറിൻ്റെ സൈഡിലും എല്ലാം നന്നായിട്ട് ചെളിയുണ്ടായിരുന്നു. ഇനി പരിസ്ഥിതി സംരക്ഷകർ വന്ന് നമ്മൾ മാലിന്യം നിക്ഷേപിച്ചെന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ചുകൊണ്ട് പോകുന്നറിയില്ല. അത്രയ്ക്കൊരു പഞ്ചായത്തിലെ ചെളി മൊത്തം ഞങ്ങളുടെ വണ്ടിയുടെ ടയറിലും അടിഭാഗത്തും ഉണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം നല്ല കിണ്ണം കാച്ചി എന്ന് പറഞ്ഞ പോലെ ആ ചേട്ടന്മാർ കഴുകി തന്നു. ഇത് നമ്മുടെ മാറ്റ് കഴുകുന്ന കേട്ടോ. മാറ്റിൽ 4 വശത്തും പണ്ടെങ്ങോ മേടിച്ചിട്ട് വണ്ടി മേടിച്ച കാലത്തുണ്ടായിരുന്ന മാറ്റായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ആ ഷേപ്പ്. ആരും അതിലേക്ക് നോക്കുകയൊന്നും വേണ്ട. എന്തോ കഴുകി വെയിലത്തിട്ട പോലെ ഇല്ലേ, അത് നമ്മുടെ മാറ്റ് വെയിലത്തിട്ടതാണ് കേട്ടോ. അങ്ങനെ വണ്ടി കുട്ടപ്പനായി കലക്കനായി നല്ല സുന്ദര കുട്ടനായി. നോക്കി ഇപ്പോൾ ഇവിടെ നിന്ന് നോക്കിയാൽ ആകത്തിരിക്കുന്ന ആരാന്ന് കൃത്യമായിട്ട് അറിയാൻ പറ്റും. നേരത്തെ പൊടി കാരണം നമുക്ക് കാണാൻ പറ്റത്തില്ലായിരുന്നു കേട്ടോ. നല്ല അടിപൊളി സർവീസ് എന്ന് പറഞ്ഞാൽ അടിപൊളി സർവീസാട്ടോ. അങ്ങനെ പുത്തൻ വണ്ടിയായിട്ട് നമുക്ക് വണ്ടി തിരിച്ചു കിട്ടി. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.